നവകേരള ബസ് വീണ്ടും നിരത്തിലിറക്കാനൊരുങ്ങുന്നു. രൂപമാറ്റം വരുത്തിയ ബസ് ബാംഗ്ലൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. ടിക്കറ്റ് നിരക്ക് കുറച്ചും സമയക്രമത്തിൽ മാറ്റം വരുത്തിയും കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. 4 മാസത്തിലധികമായി ബസ് സർവീസ് ഉണ്ടായിരുന്നില്ല. 2023 നവംബറിലാണ് നവകേരള ബസ് നിരത്തിലിറങ്ങിയത്. മന്ത്രിമാരെ വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ വിവാദ താരമായിരുന്നു ബസ്. നവകേരള സദസ്സിനായുള്ള യാത്രയ്ക്ക് ശേഷം ബസ് എന്തു ചെയ്യണമെന്ന് പല ചർച്ചകൾ നടന്നു. ഒടുവിൽ പൊതുജന സേവനത്തിന് ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ 2024 മെയ്യിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിച്ചു. എന്നാൽ നവകേരള ബസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സർവീസുകളിലെ മുടക്കവും സമയക്രമവും ഉയർന്ന യാത്രാ നിരക്കും ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ യാത്രക്കാരില്ലാതെ ബസ് ജൂലൈയിൽ പൂർണ്ണമായും കട്ടപ്പുറത്തായി. പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി ബാംഗ്ലൂരിലേക്ക് മാറ്റി. രൂപമാറ്റം വരുത്തിയാണ് വീണ്ടും സർവീസിനൊരുങ്ങുന്നത്. 26 സീറ്റുകൾ 37 ഉയർത്തി. നേരത്തെ 2 ഡോറുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുന്നിൽ മാത്രമാക്കി. എസ്കലേറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ശുചിമുറി നിലനിർത്തിയിട്ടുണ്ട്. ബസ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന സമയം പുലർച്ചെ 4 മണിയായിരുന്നു. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സമയക്രമം മാറ്റാനാണ് സാധ്യത. മുഖ്യമായിട്ട് സീറ്റ് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. 26 സീറ്റുള്ളത് ഇപ്പോൾ 37 സീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ബാത്റൂം അതുപോലെ തന്നെ നിർത്തിയിട്ട് ഡോറ് 2 ഡോറുണ്ടായിരുന്നത് ഫ്രണ്ടിലേക്ക് ഒറ്റ ഡോറാക്കിയിട്ട് സാധാരണ നമ്മളെ AC സീറ്റർ ബസ്സുകളുടെ ഡോറ് പോലെ ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബസ് മാത്രം ഉള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് തിരിച്ചു വരണമല്ലോ. ആ ഒരു നിരക്ക് നമ്മൾ 4 മണിക്ക് തുടങ്ങിയിരുന്നത്. 4 മണിയുള്ള സമയം കുറച്ച് പ്രയാസപ്പെട്ട സമയമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. 1280 രൂപയായിരുന്നു നേരത്തെ ടിക്കറ്റ് ചാർജ്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും ഇത്തവണ കോഴിക്കോടേക്ക് യാത്ര നടത്തിയത് 930 രൂപയ്ക്കാണ്. ചാർജ് ഇനിയും കുറയാനാണ് സാധ്യത. അതേസമയം സർവീസ് എന്നു മുതൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ജനം, കോഴിക്കോട്.